ഹായ് മക്കളെ, പ്ലസ് ടുവിന് ശേഷം എന്തുകൊണ്ട് CUT എക്സാമിനേഷൻ എഴുതണം? പ്ലസ് ടുവിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് വലിയ വലിയ കോഴ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പ്ലസ് ടു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ബെഞ്ച് മാർക്കാണ്. അതിപ്പോൾ പ്ലസ് ടു സയൻസ് ആയിക്കൊള്ളട്ടെ, കൊമേഴ്സ് ആയിക്കൊള്ളട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കൊള്ളട്ടെ, അതിനുശേഷം എന്ത് എന്ന് നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും പല ആളുകൾക്കും ഉത്തരം ഉണ്ടാവാറില്ല എന്നതാണ് സത്യം. അപ്പം പ്ലസ് ടുവിന് ശേഷം എന്തുകൊണ്ട് CUT എക്സാമിനേഷൻ എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സിംഗിൾ വിൻഡോ ഓപ്പർച്യൂണിറ്റിയാണ് CUT എക്സാമിനേഷൻ എന്ന് പറയുന്നത്. മറ്റേത് എക്സാമിനേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊരു പക്ഷേ നിങ്ങൾക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ സാധ്യതകൾ നിങ്ങൾക്ക് CUT എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റ് എക്സാമിനേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്ലസ് ടുവിൽ പഠിച്ച പ്ലസ് ടു രണ്ടാമത്തെ വർഷം നിങ്ങൾ പഠിച്ചിട്ടുള്ള സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് CUT എക്സാമിനേഷനിൽ വരുന്നുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും ആ കോഴ്സ് എവിടെ പഠിക്കുന്നു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ CUT എക്സാമിനേഷൻ എഴുതണം എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾക്ക് ബെസ്റ്റ് ക്യാമ്പസിൽ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, JNU, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെ തുടങ്ങിയിട്ടുള്ള ബെസ്റ്റ് ക്യാമ്പസ്, നല്ല വൈബുള്ള ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊരു ബെസ്റ്റ് ക്യാമ്പസിൽ പഠിക്കുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ബെനിഫിറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ജോലി തരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു മേഖലയിലേക്ക് പോകുന്ന സമയത്തൊക്കെ അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള മറ്റൊരു ഗുണം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഫാക്കൽറ്റീസിനെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്തും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് കിട്ടുക എന്ന് പറയുന്നത്. നല്ല മെൻറ്റേഴ്സിനെ കിട്ടുക, നല്ല ഫാക്കൽറ്റീസിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ നിങ്ങളൊരു ടോപ്പ് മോസ്റ്റ് കരിയറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളൊരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സിവിൽ സർവീസാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു മേഖലയിലേക്ക്, ഹയർ സെക്ടറിലേക്ക്, ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അതിപ്പോൾ BSc ആയിക്കൊള്ളട്ടെ, BA ആയിക്കൊള്ളട്ടെ, BCom ആയിക്കൊള്ളട്ടെ, BO കോഴ്സുകൾ ആയിക്കൊള്ളട്ടെ, BTech ആയിക്കൊള്ളട്ടെ, അഗ്രികൾച്ചർ കോഴ്സുകൾ ആയിക്കൊള്ളട്ടെ, അതിനൊക്കെയുള്ള ഓപ്ഷൻസ് CUT ഉണ്ട് എന്നതാണ്. ഇപ്രാവശ്യം കുറേ ഓപ്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോർ ഓപ്ഷൻസ് കിട്ടുന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് BA കോഴ്സ് എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ BSc കോഴ്സ് എടുക്കാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ BCom പ്രോഗ്രാമുകൾ എടുക്കാം, BBA എടുക്കാം. ഇങ്ങനെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, കോഴ്സ് വൈസ് ഓപ്ഷൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി വൈസ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എത്രയോ യൂണിവേഴ്സിറ്റികൾ, 300ഓളം യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നാലാമത്തെ സംഗതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ്വർക്കിംഗ് സാധ്യതയാണ്. നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ കേരളത്തിലൊരു ക്യാമ്പസിലാണ് പഠിക്കുന്നതെങ്കിൽ, കേരളത്തിലൊരു കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ കേരളത്തിലുള്ള ആളുകളെ മാത്രമേ നിങ്ങൾക്കൊരു പക്ഷേ പരിചയപ്പെടാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ പറ്റുള്ളൂ. ഞാൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാളാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. അപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും, പഞ്ചാബിൽ നിന്നും, രാജസ്ഥാനിൽ നിന്നും, ബീഹാറിൽ നിന്നും, ഹരിയാനയിൽ നിന്നും, ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നും, ഈവൻ ഫോറിൻ കൺട്രീസിൽ വരെയുള്ള കുട്ടികൾ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ വലിയൊരു നെറ്റ്വർക്കിംഗ് സാധ്യത, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആവാനും അവരിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, അഞ്ചാമത്തെ പോയിന്റും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, നിങ്ങൾക്ക് ബെറ്റർ കരിയറിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ബെറ്റർ കരിയർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആളുകളെ പരിചയപ്പെടാനും അവരിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരിലൂടെ പുതിയ പുതിയ കരിയറുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എക്സാമിനേഷൻ ആയിട്ടുള്ള CUT എക്സാമിനേഷൻ എഴുതുകയും ചെയ്യാവുന്നതാണ്. പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്തുകയും ചെയ്യാം. CUTയുടെ നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സിലബസും അതുപോലെ തന്നെ CUT സിലബസും ഒരുമിച്ച് ലൈവ് സെഷൻസ്, റെക്കോർഡ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു
ഒരു എക്സാമിനേഷൻ്റെ ക്രാഷ് ബാച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വിളിക്കുകയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ഗൈഡൻസുകളും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൗൺസിലിംഗ് വരെയുള്ള എല്ലാവിധ സപ്പോർട്ടുകളും എജുപോർട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.